ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ മോളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് കൊറേ ഹോംവർക്ക് ചെയ്യാനുണ്ട്. എന്നെ സഹായിക്കാൻ വീട്ടിൽ ആർക്കും സമയമില്ല. അതെന്താ? എല്ലാവർക്കും ഓരോരോ തിരക്കുകളാ. കുഞ്ഞമ്മയ്ക്ക് പരീക്ഷയുണ്ട്, മുകുന്ദനങ്ങളിൽ കോടതി പോണം, മുത്തശ്ശിക്ക് അഭിനയിക്കാനും പോണം. അപ്പൊ അമ്മയോ? അമ്മയ്ക്ക് എന്റെ ഹോംവർക്ക് ചെയ്തോണ്ടിരുന്നാ മതിയോ? ഈ നാടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതിന്റെ ഇടയിൽ എന്റെ കാര്യം നോക്കാൻ എങ്ങനെയാ സമയം കിട്ടാ? അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് തെറ്റല്ലേ ജയിക്ക്? ഇതിനാണ് എന്നെ പോലെ ഒരു പണിയും ഇല്ലാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവണമെന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോ വേണമെങ്കിലും എന്ത് സഹായം ചെയ്തു തരാനും റെഡിയാണ്. ജയിക്ക് ഇത് ചെയ്യാൻ അറിയോ? 1ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ അല്ലേ, അത് കുഴപ്പമില്ല. അതെ, വിഷയം എന്താ? ഡ്രോയിങ്ങാ. കുറച്ച് ആനിമൽസിന്റെ പടം വരയ്ക്കണം. അത്രേ ഉള്ളു. അതിനൊക്കെ ഞാൻ മതി. ആ ഏതൊക്കെ മൃഗങ്ങളാ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഈ GK വരച്ചു തന്നിരിക്കും. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു, ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. എന്നാ പോവാം. അയ്യോ കഴിഞ്ഞിട്ടില്ല. വായു വായു, എനിക്ക് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറേണ്ട കാര്യമുണ്ട്, എമർജൻസിയാ. ഒരു കാര്യം ചെയ്തോ, മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം. ബിജുക്കുട്ടൻ പൊയ്ക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഞാൻ ജിക്കയുടെ കൂടെ പൊയ്ക്കോളാം അങ്കിളെ. അപ്പൊ നമുക്ക് വരച്ചാലോ? ഇലത്തുമ്പിലിന്നാകെ തിളങ്ങുന്നു വൈഡൂര്യം, തൂവയിൽ തുമ്പീതിലേ. വസന്തങ്ങൾ വന്നാകെ വലം വെച്ചു പോലവേ, ഇന്നെന്തു സൗരഭമാ. ഇനിയുമുണരൂ, അരികിലണയൂ, നീ കാണാത്ത തീരങ്ങൾ കാണാൻ വായു. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു. ആ സമ്മേളനം നല്ല ഭംഗിയായിട്ട് നടന്നല്ലോ. ബോംബ് സ്ഫോടനം നടത്താൻ വന്ന ആൾക്കാരെ നിങ്ങൾ പിടിച്ചു കാണുമല്ലേ? അവിടെ സ്ഫോടനം നടത്താനുള്ള പരിപാടിയൊന്നും ആർക്കും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഭീഷണിയോ? അവരുടെ സമ്മേളനത്തിന് കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടി ആ പാർട്ടിക്കാര് തന്നെ ചെയ്തതാ ഒരു വ്യാജ ബോംബ് ഭീഷണി. ഓ, നാട്ടുകാരെല്ലാരും ബോംബ് പൊട്ടുന്ന ലൈവായിട്ട് കാണാൻ വേണ്ടി സമ്മേളനം മൊത്തം തത്സമയം കണ്ടോണ്ടിരുന്നു. ഇവന്മാരൊക്കെ കൈ കിട്ടിയാലേ വെറുതെ വിടരുത് മഞ്ജു. ഇതൊക്കെ ചെയ്യുന്നതേ ബോധം ഉറക്കാത്ത പിള്ളേരാ. അവരൊക്കെ അറസ്റ്റ് ചെയ്താ അവരുടെ ഭാവി പോകുന്നല്ലാതെ ഒരു കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാ. കുറെ ആളുകളുടെ ജീവൻ അപകടത്തിലാണല്ലോ എന്ന് കരുതി ഞാൻ എന്റെ മോളുടെ ആവശ്യങ്ങൾ പോലും വകവയ്ക്കാതെ ഡ്യൂട്ടിക്ക് പോയത്. അമ്മൂനുണ്ടായ വിഷമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് കുറ്റബോധം തോന്നുന്നത്. എന്നാലേ
അങ്ങനെ ഒരു കുറ്റബോധം മഞ്ജുവിന് വേണ്ട. അമ്മൂനെ അങ്ങനെ ഒരു സങ്കടം ഇല്ലെന്ന് മാത്രമല്ല, നല്ല സന്തോഷത്തിലുവാ. ആഹാ. ആ അത് തിരിപ്പുണ്ട്. ഇത് ഞാൻ വരച്ചത്, ഇത് ഞാൻ വരച്ചതാ. എന്നാലും സമ്മതിക്കണം, ജീവനുള്ള പോലെയല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്. അതാ ടീച്ചറും പറഞ്ഞത്. ആണോ? എനിക്ക് വേണ്ടി ക്ലാസ്സിലുള്ള എല്ലാരെയും കൊണ്ട് കൈയടിപ്പിച്ചു. അയ്യോ. ആ അമ്മേ, ഇത് കണ്ടോ? നന്നായിട്ടുണ്ട്. ടീച്ചർ എനിക്ക് 5 സ്റ്റാർ തന്നു. ആണോ? വെരി ഗുഡ്. അല്ല, ഇത് ആരാ മോൾക്ക് വരച്ചെന്നേ? GK. എന്തിനാ മോളുടെ ഹോംവർക്ക് അയാൾ ചെയ്യാൻ സഹായിച്ചത്? GK എന്റെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട്സ് ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കില്ലേ? എന്തായാലും GK കാരണം മോക്ക് ക്ലാസ്സിൽ കയ്യടി കിട്ടിയല്ലോ. അതില് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വരച്ച പടങ്ങൾ കാരണവും മോക്ക് ക്ലാസ്സിൽ കൈയടി കിട്ടിയില്ലേ? കയ്യടിയല്ല, തലക്കടിയാ കിട്ടിയേ. കുഞ്ഞമ്മ ഒരു ആന ആനയാണെന്ന് ടീച്ചറിന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. കൊള്ളി വരയ്ക്കാൻ പുതിയ ആളെ കിട്ടിയപ്പോ നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? ഇനി എന്തെങ്കിലും വരയ്ക്കണോന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ വരില്ല. GK എനിക്ക് വരച്ചു തരും. ആഹാ, ദേ ഇങ്ങനെ എല്ലാ കാര്യത്തിനും GK ആശ്രയിച്ചാലേ അയാൾക്ക് ബുദ്ധിമുട്ടാവും. ഏയ്, GKക്ക് ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷേ ഉള്ളൂ. ലോകത്ത് ഒരാളും സന്തോഷത്തോടെ ഹോംവർക്ക് ചെയ്ത ചരിത്രമില്ല. കുഞ്ഞമ്മയ്ക്ക് GKയോട് അസൂയ. ആ അത് ശരിയാ. പിന്നെ ഞാൻ പറഞ്ഞാലും കുഞ്ഞമ്മയുടെ റെക്കോർഡില് GK വരച്ചു തരും. ശരിക്കും? ശരിക്കും. പക്ഷെ ഞാൻ പറയില്ല. കുഞ്ഞമ്മ വേണ്ട. നിൽക്കാനാ പറഞ്ഞേ. ഓടിക്കരുത്.